വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച് തുടങ്ങിയതിനെ തുടർന്ന് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനായി ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും എന്നതാണ് ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായി നാം കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ദൈവത്തിൻ്റെ ദിവ്യ നിർണയം, ദൈവത്തിൻ്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും. ലോകത്തിന് ആർക്കുള്ളതിനേക്കാൾ മഹത്തായ ഒരു പദ്ധതി നമ്മെക്കുറിച്ച് നാം സേവിക്കുന്ന ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഞാനൊരു സങ്കീർത്തന വേദഭാഗം ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നിന്റെ വിചാരങ്ങൾ എത്ര വലിയവ, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. സ്തോത്രം. ഞാൻ പിണ്ഡാകാരമായിരിക്കുകയും നിന്റെ ദൃഷ്ടികൾ എന്നെ കാണുകയും ചെയ്ത രംഗം ഓർക്കുമ്പോൾ എനിക്കങ്ങേ സ്തുതിക്കാതിരിപ്പാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ ദാസൻ എഴുതിയ വാക്കുകൾ ഇന്ന് രാത്രി ഒന്നുകൂടെ ഓർപ്പിച്ച് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ നാവിൽ സ്തോത്രം ഉയരുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എന്താ കാര്യം? ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവപൈതലേ, നിനക്കാരെങ്കിലും പേർ വിളിക്കുന്നതിന് മുൻപ്, നിന്റെ അപ്പൻ നിന്നെ അറിയുന്നതിന് മുൻപ്, നിന്റെ അമ്മ നിന്നെ അറിയുന്നതിന് മുൻപ്, നിന്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ മൈക്രോസ്കോപ്പിന് പോലും കാണാൻ കഴിയാത്തൊരു കൊച്ചു പൊട്ടായി ആ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് നീ വളരുന്നതിന് മുൻപ്, നീ എവിടെ ജനിക്കണം, നിന്റെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ ജന്മം കൊള്ളുന്ന തറവാട് ഏതായിരിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, നിന്റെ വരുമാന മാർഗം എന്താകണം, നിന്റെ ജീവിത പങ്കാളി ആരാകണം, നിന്റെ ഭവനം എവിടെ ഉയരണം, അതെ നിന്റെ ജനനത്തിൻ്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിൻ്റെ വിനാഴികയ്ക്കും ഇടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ മണ്ണിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് സ്തോത്രം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിക്കുന്ന പിശാചിൻ്റെ കരമല്ല, എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിക്കുന്നത് ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. അവൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഒരു ക്ഷുദ്ര പ്രവർത്തിക്കോ, ഒരു മന്ത്രവാദത്തിനോ, ഒരു ആഭിചാരത്തിനോ, ഒരു ഏലസിനോ, ഒരു തകിടിനോ, ഒരു 30 മുക്കോടി ദേവി ദേവന്മാർക്കോ, ഒരു അസുരഗണത്തിനോ, ഒരു ഭൂതപ്രേതാദികൾക്കോ, ഒരു പൈശാചിക വ്യാപാരത്തിനോ, ഒരു നേർച്ചാശക്തിക്കോ, ഒരു വാഴ്ചാ ബന്ധനത്തിനോ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തകർക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറയ്ക്കാൻ കാരണം, എൻ്റെ പുറകിൽ പ്ലാൻ ചെയ്തത് മനുഷ്യനല്ല, എൻ്റെ പുറകിൽ പ്ലാൻ ചെയ്തത് ഞാൻ സേവിക്കുന്ന ദൈവമാണ്. എന്നെക്കുറിച്ച് മഹത്തായ ഒരു പദ്ധതി അങ്ങേക്കുണ്ട്. സ്തോത്രം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ആ ഭാഗത്തിൻ്റെ ചുവടുകൾ പിടിച്ചുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ സംബന്ധിച്ച് ധന്യനായ പൗലോസ് കുറിക്കുന്ന ഏറ്റവും മനോഹരമായ വേദശാസ്ത്ര പ്രാധാന്യമുള്ള വേദഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28, 29, 30 വാക്യങ്ങൾ. അനുബന്ധമായി പത്രോസിൻ്റെ 1-ാം ലേഖനം 1:17 കൂടെ വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വായിച്ചാട്ടെ. വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ
അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 1:17 കൂടെ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ആ വലതുകരം ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. 1 മിനിറ്റ് നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഉയർന്ന കരങ്ങളോടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞതുപോലെ നിർജീവമായ ഒരു വചന പഠനമല്ല ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നത്. ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ നടുവിൽ ഉയർപ്പിൻ്റെ ശക്തിയാണ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ചില ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളുടെ മേൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ജയം വ്യാപരിക്കുന്ന രാത്രിയായി രാത്രി തീരണം. കരം ഉയർത്തി ആത്മനിറവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി 8:30 ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്ന രാത്രിയായി തീരേണ്ടതിന് എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ബലഹീനരും അപാത്രരും മൺകീടങ്ങളുമായി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. വ്യക്തിപരമായി ദൈവശബ്ദം മുഴങ്ങുന്ന രാത്രിയാക്കി ഇന്ന് രാത്രിയെ തീർക്കണമേ. ദൈവാത്മാവ് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവർത്തി ഇവിടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കാണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കാത്തവർക്കും പ്രതിസന്ധികളില്ലേ? ഉണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ക്യാൻസർ ഉണ്ട്, ദൈവത്തെ സ്നേഹിക്കാത്തവർക്കും ക്യാൻസർ ഉണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ആക്സിഡൻ്റ് ഉണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ആക്സിഡൻ്റ് ഉണ്ട്, സ്നേഹിക്കാത്തവർക്കുമുണ്ട്. ദൈവത്തെ സ്നേഹിക്കാത്തവർക്കും സാമ്പത്തിക തകർച്ചയുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ട് സാമ്പത്തിക തകർച്ചയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും ഒരുപോലെ ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാത്തവൻ പിറുപിറുപ്പോടെ, പൊട്ടിത്തെറിയോടെ, ക്ഷിപ്രകോപത്തോടെ, വൈരാഗ്യത്തോടെ ഒരു പ്രതിസന്ധിയെ അവൻ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നും അവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന കഷ്ടതയാണിതെന്നും ഇതിൻ്റെ പുറകിൽ എനിക്കറിയാൻ കഴിയാത്ത ഒരു അധ്യായം എൻ്റെ പിതാവ് കരുതി വച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപ പ്രാപിച്ച ദൈവപൈതൽ ഭക്തൻ സ്തോത്രത്തോടെ അതിനെ അഭിമുഖീകരിക്കുന്നു. ഒരു വസ്തുത ഓർക്കുക, ഒറ്റ തിരിച്ച് ഒരു പ്രശ്നത്തെ എടുക്കുമ്പോൾ ആ പ്രശ്നം ആർക്കും നന്മയ്ക്കല്ല. സ്തോത്രം. ഒരു പ്രശ്നം അതിൽ തന്നെ തിന്മയ്ക്ക് തന്നെയാണ്. സ്തോത്രം. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ അതിൽ തന്നെ ആ പ്രശ്നം തിന്മയാണ്. ആ പ്രശ്നത്തിന് എന്താ നന്മ? അതിനകത്ത് ഒളിച്ചിരിക്കുന്ന നന്മ എന്താണെന്ന് കാണാൻ നമ്മുടെ ഹ്രസ്വദൃഷ്ടി കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഭക്തൻ യാദൃച്ഛികത്വത്തിൽ വിശ്വസിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ വിശ്വസിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ പുറകിൽ യാദൃച്ഛികമെന്ന് ലോകം പറയുമ്പോൾ എൻ്റെ പിതാവിൻ്റെ തിരുഹിതം അറിയാതെ എൻ്റെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആ പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് പറയുന്നു, അത് യാദൃച്ഛികമല്ല, എൻ്റെ പിതാവിൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ പാക്കേജായി എനിക്ക് ലഭിച്ചതാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഭക്തൻ യാദൃച്ഛികത്വത്തിൽ വിശ്വസിക്കുന്നവനല്ല. എന്നാൽ ഒരു ലൗകികൻ, ഒരു ജഡീയൻ പൊട്ടിത്തെറിയോടും ക്ഷിപ്രകോപത്തോടും കൂടെ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നു. അതിന് കാരണം ഒറ്റ തിരിച്ച് പ്രശ്നങ്ങളെ എടുക്കുമ്പോൾ അതിൽ തന്നെ തിന്മ തന്നെയാണ്. സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ ഇറക്കി വിറ്റത് തിന്മയാണ്. എന്താ നന്മ? കാണാൻ ബുദ്ധിമുട്ടുണ്ട്.
ആ കാരാഗ്രഹത്തിൽ വലിച്ചെറിയപ്പെടുവാനുണ്ടായ തെറ്റിദ്ധാരണാജനകം തിന്മയാണ്. എന്താ നന്മ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യ വിചാരണയിൽ ഒടുവിലത്തെ അധ്യായം എത്തുമ്പോൾ ഈ തിന്മകളെയെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കരം ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നു എന്ന് യഥാർത്ഥ ഭക്തൻ വിശ്വസിക്കുന്നു. അതെ, നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന POC ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നു. സ്തോത്രം. നന്മയ്ക്കാക്കി കൂട്ടി തീർക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിധിയല്ല എന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വിധിയും ദൈവത്തിൻ്റെ അനാദി നിർണയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് ഒരു വ്യക്തിയുടെ മേൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിധിയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അന്ത്യന്യായവിധിയിൽ വിധിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ദൈവത്തിൻ്റെ അന്തിമ വിധിയിൽ ഒരു വ്യക്തിയെ വിധിക്കണമെങ്കിൽ സ്വതന്ത്ര തീരുമാനത്തിൽ ഇംഗിതപ്രകാരം തീരുമാനങ്ങളെടുത്ത് ചുവട് വയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരിക്കണം. അന്തിമ വിധി ദിനം നിങ്ങൾ ഒന്ന് ഭാവനയിൽ കാണുക. അന്തിമ വിധി ദിനം നടക്കുന്നു. മഹാദൈവം സിംഹാസനത്തിൽ സുപ്രീം ജഡ്ജിയായിരിക്കുന്നു. മരിച്ചു മൺമറഞ്ഞ മനുഷ്യകുലം മുഴുവൻ മരണത്തിൽ നിന്ന് മടങ്ങി വന്ന് അന്തിമ വിധി ദിനം തീപ്പൊയ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗം എൻ്റെ ചിന്തയെ പറയാം. ദൈവം വിളിക്കുകയാണ്, ഫുലാൻ ദേവി കയറി വരികയാണ്. ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി ഫുലാൻ ദേവി കയറി വരുന്നു. സ്തോത്രം. അവളോട് ചോദിക്കുന്നു, കൊലയാളിയല്ലേ? നിരവധി പേരെ ക്രൂരമായി കൊന്ന കുറ്റവാളിയല്ലേ? കൊലപാതകിക്ക്, വ്യഭിചാരിക്ക് ഒരിക്കൽ പോലും ഇവിടെ അവസരമില്ലെന്നറിയില്ലേ? പോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് അവളെ അഗ്നിപ്പൊയ്യയിലേക്ക് എറിയുന്ന രംഗമുണ്ടായെന്ന് കരുതുക. അപ്പോൾ അവൾ പോകുന്നതിന് മുൻപ് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കാൻ ഒരവസരം ചോദിച്ചെന്ന് വിചാരിക്കുക. ദൈവമേ, ഞാൻ പോയിക്കൊള്ളാം, പക്ഷേ ഒരു ചോദ്യം. ഞാൻ എൻ്റെ ഇന്ന അമ്മയുടെ ഉദരത്തിൽ പിറക്കണമെന്നും അവിടെ നിന്നും എൻ്റെ ബാല്യത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടണമെന്നും ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കാൻ ഞാൻ ചമ്പൽക്കാടിൽ ആയുധമെടുക്കുന്ന കൊള്ളറാണിയായി മാറണമെന്നും ഒടുവിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു വാഹനത്തിൽ കയറാൻ നിൽക്കുന്ന സമയം വെടിയേറ്റ് ചോരയിൽ കുളിച്ച് നിലത്ത് വീണ് ജീവൻ അസ്തമിക്കണമെന്നും എൻ്റെ തലയിൽ വരച്ചു വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് എൻ്റെ ഈ അഗ്നിപ്പൊയ്യയുടെ യഥാർത്ഥ ഉത്തരവാദി എന്ന് ഫൂലാൻ ദേവി മറുപടി പറഞ്ഞാൽ അവളുടെ തലയിൽ ദൈവത്തിൻ്റെ വിധി വരച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വിധി വരച്ച ദൈവമാണ് ആ വിധിയുടെ ഉത്തരവാദി എന്ന് വരും. അതുകൊണ്ട് തന്നെ ആ വിധി നീതിയുള്ള വിധി ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ മേൽ ഹൈന്ദവാചാരപ്രകാരം ദൈവം വിധി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അന്തിമ വിധിയിൽ ന്യായം വിധിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. പിന്നെ എന്താണ് ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന് പറയുന്നത്? ഇവിടെയാണ് ആപേക്ഷികമായി ഈ വസ്തുതയെ ഗ്രഹിക്കേണ്ടത്. ദൈവം ദൈവമായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് സർവജ്ഞാനത്തിൽ അനാദി നിർണയം ആവശ്യമാണ്. മനുഷ്യൻ അല്പം ചെറിയൊരു കാലത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 70-80 വർഷം ജീവിക്കുന്ന ഈ കൊച്ചായുസ് കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അനാദി നിർണയം ഗ്രഹിപ്പാൻ നമ്മുടെ തലച്ചോറിന് കഴിയുകയില്ല. കാരണം നമ്മുടെ ദൈവം ആരാന്ന് മനസ്സിലാക്കാൻ ഈ കണഞ്ഞാങ്കുടുക്ക പോലുള്ള തലയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുഞ്ഞേ. അത്ര വലിയവനാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഇന്ന് രാത്രി ഓർത്താൽ മൗനമായിട്ടിരിക്കാൻ കഴിയുകയില്ല. അവൻ്റെ മഹത്വം അറിയുന്ന ദൈവമക്കൾക്ക് അവനെ ഇന്ന് രാത്രി ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ദൈവം വസ്തുതകളെ ഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ച് അറിയണം. ഞാൻ ഓർക്കുകയാണ്, നമുക്കറിയാം ഈ ഭൂമി വലിയ ഭൂമിയാണ്. 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ അകം തിളയ്ക്കുന്ന സൂര്യബിംബവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭൂമിയുടെ വലിപ്പം ഒത്തിരി വലുതല്ലേ?
ഏതാണ്ട് 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങാത്തോട് പോലെയുള്ള ഈ ഭൂമി, ഇത്തരം 13 ലക്ഷം ഭൂമിമാരെ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം സൂര്യനുണ്ട് എന്നൊക്കെയല്ലേ നാം സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അമ്പമ്പോ, സൂര്യൻ എത്ര വലിയ സൂര്യനല്ലേ! 13 ലക്ഷം ഭൂമിമാരെ ഉദരം തുറന്നകത്തോട്ട് വെച്ച് കൊടുത്താൽ അകത്ത് വഹിക്കത്തക്ക വിധത്തിൽ ബാഹ്യ വലിപ്പമുള്ളതാണ് സൂര്യൻ എന്ന് പറയുന്നെങ്കിൽ, പക്ഷേ നമുക്കറിയാം ഈ ഗാലക്സികൾക്കും നെബുലകൾക്കും ഈ ഓറിയോൺ ബെൽറ്റിനും ബീറ്റർഗ്യൂസിനും ഈ കോടി കോടി താരാപഥങ്ങൾക്കുമിടയിൽ ഈ സൂര്യ കുടുംബത്തിൽ ഈ സൂര്യൻ എന്ന് പറയുന്നത് ഈ നക്ഷത്ര വ്യൂഹങ്ങൾക്കിടയിലെ ഏറ്റവും കുള്ളനാണ്, ഏറ്റവും ചെറിയവനാണ്. ഇതിനെ അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ബാഹ്യ വിസ്തൃതി 600 കോടി കിലോമീറ്റർ ആണെന്ന് വായിക്കുമ്പോൾ, ഇവിടെ നിന്ന് നെപ്റ്റ്യൂൺ വരെയുള്ള സകല ഗ്രഹങ്ങളെയും അതിൻ്റെ താരാപഥത്തോടുകൂടെ വയറ്റിലെടുത്ത് വെച്ച് കൊടുത്താൽ ഉള്ളിലൂടെ വട്ടം കറക്കത്തക്ക വിധത്തിലുള്ള ബാഹ്യ വലിപ്പമുള്ള അഗ്നിജ്വാലകൾ, നക്ഷത്രങ്ങൾ, നെബുലകൾ, ഗാലക്സികൾ ഈ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിക്കുമ്പോൾ വെളിച്ചങ്ങളുടെ പിതാവ് വാരി വിതറിയിരിക്കുന്ന കോടി കോടി നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഈ തലയുടെ ഭാവനാശേഷിക്ക് പോലും ഒതുങ്ങത്തില്ലെങ്കിൽ അതിനെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയാൽ വിളിച്ചു വരുത്തിയ നമ്മുടെ പിതാവ് ആരാണെന്ന് ഇന്ന് രാത്രി ഓർത്താൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്നറിയാമോ? അവൻ മലദൈവമല്ല, അവൻ കുലദൈവമല്ല, അവൻ ശിലദൈവമല്ല, അവൻ മൃഗദൈവമല്ല, അവൻ മൃതദൈവമല്ല. എൻ്റെ ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ എൻ്റെ തലയ്ക്ക് ശക്തിയില്ല. എങ്കിലും ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മനുഷ്യന് സ്വതന്ത്ര ഹിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സർവജ്ഞാനത്തിൽ ദൈവം വസ്തുതകളെ അറിയുന്നു. ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഇപ്പോൾ ഇവിടെ ഈ സന്ദേശം നിർത്തുവാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളിൽ ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല. സ്വന്തം വികാരങ്ങളിൽ ശ്രുതിയുക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സ്വതന്ത്ര ശേഷി ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവൻ സ്വതന്ത്രനായി നിലകൊള്ളുന്ന വ്യക്തിയാണ്. എൻ്റെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ പിടിച്ചു കെട്ടാൻ സൃഷ്ടിതാവ് നീ നിർദ്ദേശിച്ചിട്ടില്ല. ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ എന്നിൽ തന്നെ സ്വതന്ത്രനാണ്, വ്യതിരിക്തനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനങ്ങൾ എടുത്താൽ അത് പ്രായോഗികമാക്കാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവമാകുന്നത് എനിക്ക് കഴിയും. ഞാനിപ്പോൾ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്നു, എനിക്കിവിടെ നിർത്താൻ കഴിയും. ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കവിടെ നിർത്താൻ കഴിയും. അപ്പോൾ ഞാൻ പ്രസംഗം നിർത്തണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പ്രസംഗം നിർത്തുമോ എന്ന് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ അറിയാം. ഇന്ന് രാത്രി മനസ്സിലായ എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? മനസ്സിലായ എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എൻ്റെ ദൈവം യൂദ ഒറ്റിക്കൊടുക്കണം എന്ന് നിർണയിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ യൂദ ഒറ്റിക്കൊടുക്കും എന്ന് അവിടുത്തെ സർവജ്ഞാനത്തിൽ അവിടുന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ കുറിച്ചുള്ള പദ്ധതിയല്ല വിശ്വസിക്കുന്ന നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. വിശ്വസിക്കുന്ന നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഗ്രഹിക്കണേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. കാര്യം എന്തെന്നറിയാമോ? 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ രാത്രി ശ്രദ്ധിക്കണേ. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇന്ന് രാത്രി ക്ഷണിക്കുകയാണ്. 5 കൂട്ടം കാര്യങ്ങൾ ഈ ഭൂമിയിൽ നാം ജനിക്കുന്നതിന് മുൻപ് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഇനി വായിച്ചാട്ടെ, ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചാട്ടെ. 28 മുതൽ ശ്രദ്ധിച്ച് വായിക്കുക. വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വായിച്ചാട്ടെ. ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്
വിളിച്ച് എല്ലാ ദൈവമക്കളും ചേർന്നൊന്ന് പറഞ്ഞ്, ഞാൻ മുന്നറിയപ്പെട്ട ദൈവപൈതലാണെന്ന്. ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞ്, വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, ഞാൻ മുന്നറിയപ്പെട്ട ദൈവപൈതലാണെന്ന്. ഞാൻ ഒഴുകിക്കയറി വന്നതല്ല, എന്നെ ചിട്ടിക്കെടുത്തതല്ല, എന്നെ പാട്ടത്തിന് പിടിച്ചതല്ല, എന്നെ ഒറ്റിക്കെടുത്തതല്ല, എന്നെ ലേലത്തിന് കൊണ്ടുവന്നതല്ല. എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞ് ഇവിടെ എത്തിച്ചതാണെന്ന് ബോധ്യമുള്ളൊരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രി വാ തുറന്ന് വിളിച്ചു പറയണം, എന്നെ ദൈവം പ്രീ നോളജിൽ അറിഞ്ഞിരിക്കുന്നു, അവൻ്റെ സർവജ്ഞാനത്തിൽ എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കരമുയർത്തി ഒന്നാമത് സ്തോത്രം ചെയ്ത് പറയേണ്ടത്, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞിരിക്കുന്നു. മുന്നറിഞ്ഞവരെ വായിച്ചാട്ടെ. തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ അതിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ. രണ്ടാമത്തെ പ്രയോഗം, മാറ്റമില്ലാത്ത ദിവ്യ നിർണയം. രണ്ടാമത്തെ പ്രയോഗം, ഞാൻ മുൻ നിർണയിക്കപ്പെട്ട, മുൻ നിയമിക്കപ്പെട്ട, പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ആ ബോധ്യമുള്ളവർ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒന്ന്, ഞാൻ മുൻ അറിയപ്പെട്ടിരിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ പ്രീ നോളജ്. രണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ മുൻ നിർണയം, പ്രീ ഡെസ്റ്റിനേഷൻ. എൻ്റെ ദൈവം എന്നെ മുൻ നിർണയിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. മുൻ നിയമിച്ചവരെ വിളിച്ചു. ഡിവൈൻ കോൾ. എൻ്റെ ദൈവം എന്നെ ദിവ്യ വിളിയാൽ വിളിച്ചിരിക്കുന്നു. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. വിളിച്ചവരെ നീതീകരിച്ചു. എൻ്റെ ദൈവം എന്നെ നീതീകരിച്ചെന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? എൻ്റെ ദൈവം എന്നെ നീതീകരിച്ചു. അടുത്ത വാചകം. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അധികം താമസിക്കാതെ കല്ലറയ്ക്കപ്പുറത്ത് കാഹളത്തിൻ്റെ ശബ്ദത്തിങ്കൽ ഒരു തേജസ്കരണം എന്നെ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ഇന്ന് രാത്രി പറ, ഈ 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഈ രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ മുൻപിൽ വിളിച്ചു പറയാം, പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുന്ന ചില വിഷയങ്ങൾ അതിൽ തന്നെ തിന്മയാണെന്ന് നിനക്ക് തോന്നിയാലും അതിൻ്റെ ഒടുവിലത്തെ അധ്യായം നേരത്തെ അറിയുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം അതിനെ നന്മയ്ക്കാക്കി മാറ്റാൻ നിന്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വാ തുറന്ന് വിളിച്ചു പറയണം, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ ഈ മണ്ണിൽ അനുവദിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്തൊക്കെ? ഒന്ന് നോക്കിക്കാട്ടെ, വാക്യത്തിലേക്ക് നോക്കിക്കാട്ടെ. 1, മുൻ അറിവ്. 2, മുൻ നിർണയം. 3, വിളി. 4, നീതീകരണം. 5, തേജസ്കരണം. ഒന്നുകൂടെ നോക്കിക്കാട്ടെ. നിങ്ങളെ ബൈബിളിൻ്റെ ഭാഗത്തേക്ക് നോക്കി ഒന്ന് അടിവരയിട്ട് പറഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. നിങ്ങളുടെ പേന കൊണ്ട് അതിൻ്റെ അടിയിലേക്കൊന്ന് വരയിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. സ്തോത്രം. 1, മുന്നറിഞ്ഞവരെ, മുൻ അറിവ്, പ്രീ നോളജ്. തൻ്റെ പുത്രൻ അനേക സഹോദരന്മാർ ആദിജാതനാകേണ്ടതിന് സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രീ ഡെസ്റ്റിനേഷൻ, മുൻ നിയമനം. 1, മുൻ അറിവ്. 2, മുൻ നിയമനം. 3, മുൻ നിയമിച്ചവരെ വിളിച്ചും എന്നെ വിളിച്ചു. 4, വിളിച്ചവരെ നീതീകരിച്ചു. 5, നീതീകരിച്ചവരെ. അങ്ങനെയാണെങ്കിൽ 5 കൂട്ടം മാറ്റമില്ലാത്ത നിർണയങ്ങൾ ഒന്ന് പറയാമോ? എല്ലാവരും കൂടെ ചേർന്ന് പറയാമോ? 1, മുന്നറിവ്. 2, മുൻനിർണയം. 3, വിളി. 4, നീതീകരണം. 5, ഒന്നുകൂടെ ശബ്ദമുയർത്തി. 1, മുന്നറിവ്. 2, മുൻനിർണയം. 3, വിളി. 4, നീതീകരണം. 5. ഇതിൽ മുന്നറിവ് എവിടെ തുടങ്ങി? തേജസ്കരണം എവിടെ അവസാനിക്കും? മുന്നറിവ് എവിടെ തുടങ്ങി? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് എഫേസ്യ ലേഖനം 1:3. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുൻപേ. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയുന്ന രാത്രിയാകണം. ലോകസ്ഥാപനത്തിന് മുൻപ്. സ്തോത്രം. എന്താ ലോകസ്ഥാപനത്തിന് മുൻപ് എന്ന വാക്കിൻ്റെ അർത്ഥം? 2 ആദികൾ വേദപുസ്തകത്തിലുണ്ടല്ലോ. ഒന്ന് ദൈവത്തിൻ്റെ നിത്യത്വത്തിൻ്റെ ആദി, യോഹന്നാൻ്റെ സുവിശേഷം 1:1. മറ്റൊന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി, ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ. അങ്ങനെയാണെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി. എന്നാൽ അതിന് മുൻപൊരാദിയുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്തു. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്ക് മുൻപൊരാദിയുണ്ട്.
സൃഷ്ടിക്കു മുൻപൊരാദിയുണ്ട്. ആ ആദിയെയാണ് അനാദികാലം എന്ന് പറയുന്നത്. സ്തോത്രം. 90 സങ്കീർത്തനം, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും. അങ്ങനെയാണെങ്കിൽ ആദിക്കു മുൻപൊരു കാലമുണ്ട്. ആ കാലമാണ് അനാദികാലം. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ വിശേഷിപ്പിക്കട്ടെ: സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങളോ നെബുലകളോ ഗാലക്സികളോ ഇല്ല, നാം കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമിയില്ല, നമ്മുടെ വല്യപ്പൂപ്പനായ ആദമില്ല, നമ്മുടെ വല്യമ്മൂമ്മയായ ഹൗവയില്ല, മനുഷ്യനൊന്നും ഈ മണ്ണിൽ പിറന്നിട്ടില്ല, ഈ പ്രപഞ്ചമുണ്ടായിട്ടില്ല, ഈ നെബുലകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആ പുരാതനകാല നിത്യതയിൽ മഹാകവി KV സൈമൺ സാർ എഴുതിയ വേദവിഹാരം എന്ന മഹാകാവ്യത്തിൻ്റെ ആദ്യത്തെ വരികളിൽ കാണുന്നത് പോലെ, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിനറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീലനീരധിയ ഞാൻ ആദരാൽ വന്നിക്കുന്നേ എന്ന് ആ എഴുതിയിരിക്കുന്നത് പോലെ, ആ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ്, ആ യുഗായുഗങ്ങൾക്ക് മുൻപ് തൃത്വം മാത്രം തന്നിൽ തന്നെ സമ്പൂർണമായി വിരാജിച്ച ആ പുരാതനകാല നിത്യതയിൽ, ഭാവികാല നിത്യതയിൽ തൻ്റെ പുത്രൻ്റെ മണവാട്ടി പദം അലങ്കരിക്കാൻ സാധുവായി എന്നെ അവൻ്റെ ദിവ്യജ്ഞാനത്തിൽ കണ്ടതിന് ശേഷമാണ് എൻ്റെ ദൈവം ഈ ഭൂമിക്ക് വൃത്തം വരച്ചത് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പുറകോട്ട് നോക്കിയിട്ട് പറയണം: എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടക്കം എന്നെ കുറിച്ച് പുരാതന നിത്യതയിൽ തുടങ്ങി. സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? പല്ലുവേദന മാറാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഒരു മുട്ടുവേദന മാറാനല്ല ദൈവം നിന്നെ വിളിച്ചത്. സ്വിസ് ബാങ്കിൽ പണം നിക്ഷേപിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ മണ്ണിൽ സത്യദൈവത്തെ വ്യവസ്ഥ പ്രകാരം ആരാധിച്ചാൽ ഈ മരുഭൂമിയിൽ നിനക്ക് വേണ്ടതെല്ലാം തരാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഈ മരുഭൂമിയിൽ നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കൂ. വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഈ മരുഭൂമിയിൽ നടത്താൻ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിലെ എന്നെക്കുറിച്ചുള്ള പ്രീ നോളജ് പുരാതനകാല നിത്യതയിൽ തുടങ്ങി. ഇനിയും ഇതെവിടെ അവസാനിക്കും? തേജസ്കരിച്ചുമിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് കാണണം. 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കുന്ന മണിയറയായ കനക കൊട്ടാരമായ തങ്കക്കുട കെട്ടിടമായ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിനകത്ത് ആയിരക്കണക്കിന് വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന മഹാസംഗമ ദിനം, കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രന്റെ മഹത്വം അണിഞ്ഞ് നിത്യതയുടെ കനക കൊട്ടാരത്തിൽ തൻ്റെ പുത്രന്റെ മണവാട്ടി പദം അലങ്കരിക്കാൻ നടക്കുന്ന മഹത്വകരമായ ഭാവികാല നിത്യതയെ ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടിട്ട് വരണം. അവിടം വരെയുള്ളതൊക്കെ എന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും ഇന്ന് രാത്രി? ഗ്ലോറി, സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? എൻ്റെ നിത്യത മുതൽ നിത്യത വരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ മണ്ണിൽ എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചതെന്നും ഇതിനിടയിൽ എനിക്ക് വരുന്ന പ്രതികൂലങ്ങളുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ടെന്നും അവനറിയാതെ എൻ്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുകയില്ലെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തിട്ട് പറയണം: എൻ്റെ പുറകിൽ ചലിക്കുന്ന പിശാചിൻ്റെ കരമല്ല, എൻ്റെ പുറകിൽ ചലിക്കുന്ന എന്നെ വിളിച്ച ദൈവത്തിൻ്റെ കരമാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, പലപ്പോഴും ഈ പ്രവചനങ്ങളിലൊക്കെ ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൃപാവരങ്ങളുടെ ശുശ്രൂഷയെ ഞാൻ ആദരവോടെ കാണുന്നു. എന്നാൽ ആത്മീയ ലോകത്തിൽ വളരെയധികം അപകടകരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ. എൻ്റെ പ്രവാചകന്മാരെ തൊടരുത്, എൻ്റെ അഭിഷിക്തന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ദൈവിക പ്രവചനങ്ങൾ ഇന്നുമുണ്ട്, അനുഭവിക്കുന്നവനാണ് ഞാൻ. എന്നാൽ 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സാമ്പത്തിക ലക്ഷ്യത്തോടുകൂടെയുള്ള ആത്മീയ ശുശ്രൂഷകളെ ഞാൻ നഖശിഖാന്തം എതിർക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം: ഒന്ന് സ്തോത്രം വന്നില്ലെങ്കിൽ നമുക്ക് സ്തോത്രം വരാൻ 2-3 പദപ്രയോഗം പറഞ്ഞാൽ മതി. ബന്ധനം, അന്ധകാരം, പോരാട്ടം, കെട്ട്. ബന്ധനം, അന്ധകാരം, പോരാട്ടം, കെട്ട്. പോരാട്ടം, അന്ധകാരം, ബന്ധനം, കെട്ട്. ബന്ധനം, അന്ധകാരം, പോരാട്ടം, കെട്ട്. പോരാട്ടം, ബന്ധനം, അന്ധകാരം, കെട്ട്. ഏതായാലും വേണ്ടിയാൽ ആരാധന തുടങ്ങും.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെട്ടിക്കളയാൻ തട്ടിക്കളയാൻ കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടുമത്തിയുടെ അവസ്ഥ തന്നെ മാനിച്ചുയർത്തി ഇവിടെ കൊണ്ടുവന്ന് വട്ടം കറക്കുന്ന ഞാനല്ലേ മോനെ എന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാമെങ്കിൽ തറയിലിരുന്നാലും തറ തൊടാതെ ആരാധിച്ചു കളയും. സ്തോത്രം. പോരാട്ടമിട്ട് ബന്ധന ശക്തികളിട്ട് അന്ധകാരത്തിൻ്റെ കൂച്ചു വിലങ്ങിട്ട് പിടിയും വലിയും കോച്ചും കൊളുത്തുമായി നടുവിൽ ചുറ്റലിട്ട് ഇടയ്ക്ക് പിടുത്തമിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത്. എന്നാ പോരാട്ടമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പല പ്രിയപ്പെട്ടവർക്കും കണിയാൻ്റെ കടുക്കാപ്രയോഗം പോലെയാണ് ഈ വിഷയത്തോടുള്ള ആസക്തി. ദൈവവചന ശുശ്രൂഷയിൽ കർത്തൃദാസന്മാർ സഭായോഗത്തിൽ വിളിച്ചു പറയുന്ന വചനം ഒന്നും ദൂതല്ല. പിന്നെ ഏതുവഴിയെങ്കിലും പോകുന്ന ആളുകൾ പറയുന്ന എന്തെങ്കിലും ഒന്ന് ദൂതായി ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ഈ മനുഷ്യന് കണിയാനെ ഭയങ്കര വിശ്വാസമാണ്. കണിയാൻ എന്നാ പറഞ്ഞാലും പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യൻ്റെ പശുവിനെ കാണാതെ പോയപ്പോൾ ഭാര്യയോട് പറഞ്ഞെടി, ഞാൻ കണിയാൻ്റെ അടുക്ക വരെ പോവുക, കണിയാനൊരു ട്രീറ്റ്മെൻറ്റ് പറയാതിരിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു പ്രശ്നവും ഇതുവരെ പരിഹരിക്കാതെ പോയിട്ടില്ല. അപ്പം ബുദ്ധിയുള്ള ഭാര്യ പറഞ്ഞു, എടോ മനുഷ്യ, അവിടോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല, കണിയാൻ പശുവിനെ കാണാതിരുന്നിട്ട് എന്നാ പറയും, അല്ല ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് പോവുക. പുള്ളിയടുക്ക ചെന്നപ്പോൾ കാര്യം പറഞ്ഞ ഉടനെ കണിയാൻ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. 8 കടുക്ക എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക. ഇതാണ് കണിയാൻ്റെ ട്രീറ്റ്മെൻറ്റ്. എന്നും ഈ ഒറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ കണിയാൻ. 8 കടുക്ക എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക. സ്തോത്രം. ഏതായാലും വേണ്ടുകില്ല. തിരിച്ച് ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞടി, എൻ്റെ കണിയാൻ കറക്റ്റേ പറയത്തുള്ളൂ. പുള്ളി പറഞ്ഞു 8 കടുക്ക എടുക്ക, അരയ്ക്ക ഇങ്ങിതാ, ഞാൻ കുടിച്ചോളാം, പിന്നെ നടക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും വേണ്ടില്ല. പാവപ്പെട്ട സ്ത്രീ പലവട്ടം പറഞ്ഞു ബുദ്ധികേടാണ്, അസ്വസ്ഥതയൊക്കെ വയറ്റിലുണ്ടാകും, ഇത് ദഹനപ്രവർത്തനത്തിലൊക്കെ അങ്ങോട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വയറ്റിളക്കം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ് കണിയാനെ വിശ്വസിക്കുന്നു. ഇദ്ദേഹം 8 കടുക്ക എടുത്തു കൊടുത്തു. സഹോദരി അരച്ച് ഒരു ഗ്ലാസ് എടുത്ത് കൈ കൊടുത്തു. ഒറ്റപ്പിടിപ്പീരിനകത്തി എന്നും ഈ കടുക്കാ വെള്ളം അകത്തി എന്ന് കഴിഞ്ഞപ്പോൾ ആന്തരിക പ്രവർത്തനം ആരംഭിച്ചു. അതോടുകൂടെ പുള്ളി നടപ്പും തുടങ്ങി. പല പ്രാവശ്യം അസ്വസ്ഥത ആരംഭിച്ചപ്പോൾ കുറ്റിക്കാട്ടിൽ കയറി ബാഹ്യത്തിന് പോയിട്ട് ജലാശയങ്ങളിൽ ഇറങ്ങി ശുദ്ധീകരണ കർമ്മം നിർവഹിച്ച് പല കുറ്റിക്കാട്ടിൽ കയറിയപ്പോൾ ഒരു കുറ്റിക്കാട്ടി പശു നിൽക്കുന്നു. സ്തോത്രം. പെട്ടെന്ന് ഇതിനെ വലിച്ചുകൊണ്ട് വന്ന് ഭാര്യയോട് പറഞ്ഞ്, കണ്ടില്ലേ എൻ്റെ കണിയാൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്ര കൃത്യമായിരിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ഇത്ര കടുക്കാ പ്രയോഗങ്ങളുമായി നടക്കുന്ന നിരവധി കണിയാന്മാരുടെ മധ്യത്തിൽ ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ വചനത്തിന്മേൽ കൈവച്ച് പറയണം, എൻ്റെ പുരാതനകാല നിത്യത മുതൽ എൻ്റെ ഭാവികാല നിത്യത വരെ പ്ലാൻ ചെയ്ത ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ എന്നെക്കുറിച്ചൊരു മഹത്തായ പദ്ധതി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി കണ്ട് സ്തോത്രം ചെയ്യുന്ന രാത്രിയായി തീരണം. ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ നാവുകൾ ആത്മാവിൽ ചലിക്കട്ടെ. അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങൾ ആത്മാവിൽ ചലിക്കട്ടെ. എന്നിട്ട് ഇന്ന് രാത്രി തുറന്ന വചനത്തിന് മേൽ കൈവച്ചുകൊണ്ട് പറയണം, ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്ത ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ എൻ്റെ കല്ലറയ്ക്കപ്പുറം വരെ എൻ്റെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അനാദി നിർണയം, പുരാതനകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ. ഇനിയും ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ. ദൈവത്തിൻ്റെ മുന്നറിവ്. എന്തിനാ ദൈവം മുന്നറിഞ്ഞത്? തേജസ്കരണത്തിന് വേണ്ടി ഒരുക്കാൻ ദൈവം മുന്നറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിൽ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പ്രശ്നങ്ങളെ കാണേണ്ടത് പിശാചിൻ്റെ ബന്ധനമായിട്ടല്ല, ശാപത്തിൻ്റെ കെട്ടായിട്ടല്ല, ഇതിൻ്റെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ കരമായി കാണണം. ഇതിൻ്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിനക്കേത് കഷ്ടത തന്നാൽ നീ തകർച്ച കൂടാതെ നിത്യതയിലെത്തുമെന്ന് നിന്നെക്കുറിച്ച് കാണുന്ന ഒരു കരം ഇതിൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രവർത്തനങ്ങളിലെ ആദ്യകാലത്തെ ദൈവഭൃത്യന്മാരിൽ ഒരു കർത്തൃദാസൻ താമസിച്ചിരുന്നു. ഞങ്ങളുടെ വീട് ഒരു റബ്ബർ തോട്ടത്തിന് നടുക്കാണ്. ഞങ്ങളുടെ 98 വയസ്സ് പ്രായമുള്ള വൃദ്ധയായ ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നു. അന്നൊരിക്കൽ ഞങ്ങളുടെ അമ്മച്ചി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
ഒരു ദൈവദാസൻ, അദ്ദേഹത്തെ പേര് പറഞ്ഞ പലർക്കും അറിയും. ഈ കർത്തൃദാസൻ കരഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. അന്നത്തെ കാലത്ത് രണ്ടാം മുണ്ട് തോളിലൂടെ ഇട്ട് അത് എടുത്തു പിടിച്ച് കവിള് നനച്ച് അത് കരയുമ്പോൾ ആ കരച്ചിൽ കൊണ്ട് ഈ രണ്ടാം മുണ്ട് കൊണ്ട് ഇങ്ങനെ തുടച്ച് കയറി വരുന്നത്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ താൻ പോവുക പതിവാ. ഓടിച്ചെന്ന് ഈ കരഞ്ഞുകൊണ്ട് കയറി പോകുന്ന പിതാവിനോട് ചോദിച്ചു, അച്ഛാ എന്നാ കരയുന്നേ? ഇപ്പോൾ പറഞ്ഞു, കൊച്ചമ്മേ, എൻ്റെ ദൈവത്തോട് ഞാനൊരു കാര്യം ചോദിക്കാൻ പോവുക. എന്നാ ചോദിക്കാനാച്ചാ പോകുന്നേ? എൻ്റെ ഭാര്യ വേണ്ട പോലെ രക്ഷിക്കപ്പെട്ടവളല്ല, അതുകൊണ്ട് വല്ലാത്ത ഭാരം ഞാൻ സഹിക്കുക, ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറയാൻ പോവുക. എന്നാ പറയാനാച്ചാ പോന്നേ? പറയാൻ പോകുന്നത്, ഒന്നീ കൂട് പൊളിച്ച് എന്നെ അങ്ങ് നിത്യ വീട്ടിലോട്ട് എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ തള്ളക്കിളിയെ നന്നാക്കി തരണം. ഇത് പറയാൻ പോവുക. ഏതായാലും പ്രാർത്ഥിക്കാൻ പോയി. ഒത്തിരി നേരം ശബ്ദം ഉയർത്തി മുകൾ ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ദൈവദാസൻ ഇറങ്ങി വന്നു. രണ്ടാം മുണ്ട് കഴുത്തേ കൂട്ടിയിട്ട് അതിൻ്റെ ഒരു തലം കൊണ്ട് തൻ്റെ കണ്ണിങ്ങനെ തുടച്ച് ഇറങ്ങി വരുന്ന സമയം, അന്നത്തെ ശൈലിയിൽ കടുങ്കാപ്പിക്കകത്ത് കന്നെണ്ണ ഒഴിച്ച് ഓടിക്കൊണ്ട് കൊടുത്തതിന് ശേഷം എൻ്റെ വല്യമ്മച്ചി ചോദിച്ചു, അച്ഛാ ദൈവത്തോട് ചോദിച്ചു. എന്നിട്ട് ദൈവം എന്നാ മറുപടി പറഞ്ഞു? അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞ മറുപടി ഇങ്ങനാ, കൊച്ചമ്മേ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഈ കല്ലേൽ അലക്കിയെങ്കിലേ ഈ തുണി വെളുക്കൂന്ന്. മനസ്സിലായോ? വാഷിംഗ് മെഷീൻ്റെ കാലമായതുകൊണ്ട് പിടികിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഏത് കല്ലേൽ അലക്കിയാൽ ഏത് തുണി വെളുക്കുമെന്നറിയുന്ന ഒരു കരം നിന്റെ ശോധനയുടെ പുറകിൽ ചലിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം അറിയാതെ നിനക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് പുറകോട്ട് നോക്കിയിട്ട് പറയണം, എൻ്റെ പുറകിൽ ഉയർന്നിൽക്കുന്ന പിശാചിൻ്റെ ബന്ധനത്തിൻ്റെ കരമല്ല, എൻ്റെ പുറകിൽ ഉയർന്നിൽക്കുന്ന ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. ഈ രാത്രി അതെന്നെ തകർക്കുന്ന കരമല്ല, ഈ ശോധനയ്ക്കകത്തുകൂടെ രൂപപ്പെടുത്തി നിത്യ വീട്ടിൽ എത്തിക്കുന്നത് വരെ ആ കരം ഇന്ന് രാത്രി എൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി ആത്മനിയോഗത്തോടെ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തോളിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടത മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ നീ അറിയാത്ത സ്നേഹസമ്പന്നനായ പിതാവിൻ്റെ കരം ഉയർന്നു നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയണം. അതിൻ്റെ പുറകിൽ ചലിക്കുന്ന ദൈവകരം ഇന്ന് രാത്രി ഞാൻ കാണുകയാണ്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ നിന്ന് സ്തോത്രം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, രൂത്തിൻ്റെ കയ്പിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, നവോമിയുടെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കഷ്ടതയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. തൽക്കാലം ഇത് ദുഃഖകരമാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ അതൊരു നന്മയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ശോധനയ്ക്കകത്തിരുന്ന് രാത്രി വിളിച്ചു പറ, എൻ്റെ ദൈവം എനിക്ക് സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. ഞാൻ ഈ രാത്രി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളോട് പറയാം, ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുന്നവരാണ് വിളിക്കപ്പെട്ട സകല ഭക്തന്മാരും. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ മുൻപിരിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയട്ടെ, ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിയിൽ മുറുക്കി പിടിക്കുമ്പോഴും മറ്റേ കൈ കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുന്നവരാണ് വിളിക്കപ്പെട്ട സകല ദൈവമക്കളും. എന്നാൽ ഒടുവിലത്തെ അധ്യായത്തിൽ നിന്റെ കഷ്ടതയെ എൻ്റെ ദൈവം മറ്റൊരു ദിശയിലേക്ക് മാറ്റി കുറിക്കുന്ന ദിവസങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ പുറകിൽ മനുഷ്യൻ്റെ കരമല്ല ചലിക്കുന്നത്, എൻ്റെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഉത്തരം കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ അനുഭവിക്കുന്നവരുടെ മുൻപിലില്ലേ? എന്താ ഇതിൻ്റെ കാരണം അറിയില്ലെന്ന് പറയുന്നവരില്ലേ? ഇന്ന് രാത്രി പറയണം, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമാ ചലിക്കുന്നേ. ഒരു അനുഗ്രഹീതനായ കർത്തൃദാസൻ ഒരു ബൈബിൾ കോളേജിൽ ഈ വാക്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് വിദ്യാർത്ഥികളിൽ ഒരാൾ ചോദിച്ചു, സാർ ആ വാക്യം ശരിയാണോ? ഏത് വാക്യം? അല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? അപ്പോൾ ആക്സിഡൻറ്റും ക്യാൻസറും മാരക രോഗങ്ങളും കൊടിയ കഷ്ടതയും എല്ലാം നന്മയ്ക്കാണോ? ഉടനെ ദൈവദാസൻ പറഞ്ഞു, മോനെ, ഈ തീരത്ത് നമുക്ക് തിന്മയായി തോന്നിയാലും നിത്യതയുടെ തീരമണയുമ്പോൾ ആ തിന്മയുടെ പുറകിൽ ദൈവം ഒരു നന്മ കരുതിയിരുന്നു എന്ന് വ്യക്തമായി ബോധ്യമാകും.
സ്തോത്രം. അന്ന് ബൈബിൾ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് ദൈവദാസനും ഈ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ടൗണിലൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രക്കുമായി കാർ കൂട്ടിയിടിച്ചു. ആ ദൈവദാസൻ്റെ ഭാര്യ തൽക്ഷണം മരിച്ചു. അദ്ദേഹം ഇന്റേണൽ ബ്ലീഡിങ്ങിൽ ശാരീരികമായി നിരവധി മുറിവുകളോടുകൂടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായി. സുബോധം തിരികെ വന്നപ്പോൾ ആദ്യമായി ആവശ്യപ്പെട്ടത് എനിക്കെൻ്റെ വേദവിദ്യാർത്ഥികളെ കാണണം എന്നാണ്. വേദവിദ്യാർത്ഥികൾ തൻ്റെ അടുക്കളോട്ട് കയറി വന്ന് ചുറ്റും നിൽക്കുമ്പോൾ ക്ലാസ് റൂമിൽ ആ ചോദ്യം ചോദിച്ച ചെറുപ്പക്കാരനോട് വിരൽ ചൂണ്ടിയിട്ട ദൈവദാസൻ കിടക്കുന്ന കിടപ്പിൽ ചുണ്ടോട് ചെവി ഒന്ന് അടുപ്പിക്കാൻ പറഞ്ഞു. ചുണ്ടോട് ചെവി അടുപ്പിച്ചപ്പോൾ ഈ കിടക്കുന്ന കിടപ്പിൽ ഈ കർത്തൃദാസൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണ്. നിങ്ങൾക്കറിയാമോ, അടുത്ത ദിവസം ഇന്റേണൽ ബ്ലീഡിംഗ് വർദ്ധിച്ചു. ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നു. മരണത്തോടടുക്കുന്നു എന്ന് ബോധ്യമാകുന്ന മണിക്കൂറുകളിൽ എത്തിയപ്പോൾ അന്ത്യാഭിലാഷം എന്ന നിലയിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ചോദ്യം ചോദിച്ച വിദ്യാർത്ഥിയെയും എൻ്റെ ക്ലാസ്സിലെ ഇന്ന കുഞ്ഞുങ്ങളെയും എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അവരെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് ആ ബെഡിൻ്റെ അടുക്കൽ വന്ന് ഇവർ നിൽക്കുന്ന സമയം തൊണ്ടയിൽ കുരുങ്ങുന്ന ശബ്ദത്തോടെ ആ കർത്തൃദാസൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണെന്ന് മാത്രമല്ല, എൻ്റെ ശവകുടീരത്തിൻ്റെ തലയ്ക്കലെ കല്ലിൽ അത് എഴുതി വയ്ക്കണം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവപൈതലേ, ഈ തീരത്തിൻ്റെ അർത്ഥം നിനക്കറിയത്തില്ലെങ്കിലും അങ്ങേ തീരത്ത് നിനക്ക് മനസ്സിലാകും ഇതിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു എന്ന്. ഈ രാത്രി നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു അധ്യായം നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. അത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പൻ അരോഗതടഗാത്രനായി മകന്റെ ഇരട്ടിപ്രായത്തിലും ആരോഗ്യത്തോടെ കഴിഞ്ഞില്ലേ? മകൻ ഇസഹാക്ക് അപ്പന്റെ പകുതി പ്രായം കഴിഞ്ഞപ്പോൾ 2 കണ്ണുകളും അന്ധമായില്ലേ? ഈ കാഴ്ചക്കുറവോ കാഴ്ചയില്ലായ്മയുടെ കാരണം എന്താ? എത്രയോ പ്രാവശ്യം ഇസഹാക്ക് കരഞ്ഞു കാണും. ഈ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ കാര്യം എന്താ? ഇസഹാക്കേ, നിനക്ക് ഈ കഷ്ടതയുടെ കാര്യം അറിയില്ല. എന്നാൽ നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ 2 മക്കളാണെന്നും അതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും ആ ദൈവത്തിൻ്റെ പദ്ധതി. നിന്റെ കണ്ണ് കാണുമെങ്കിൽ നിന്റെ അനുഗ്രഹം മൂത്തവനിലെത്തും. നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ അനുഗ്രഹം വഴിമാറി യാക്കോബിലെത്തും. നിന്റെ കഷ്ടതയുടെ പുറകിൽ നിത്യതയിലെ ദൈവത്തിന്റെ നിർണയം നിവർത്തിക്കേണ്ടതിന് ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൂത് ഇന്ന് രാത്രി പുൾപിറ്റിൽ നിന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ചങ്കിന് നേരെ ചൂണ്ടി ദൈവത്തിന് ആത്മാവ് പറയുന്നു, ഇതിന്റെ കാരണം എന്താ എന്ന് നീ ദൈവത്തോട് ചോദിക്കുന്നു. എന്നാൽ നീ അറിയാൻ കഴിയാത്ത ചില കാരണങ്ങൾ നീ അനുഭവിച്ച രോഗത്തിന്റെ പുറകിൽ നിനക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ട്. അത് നിത്യതയിലെത്തിയെങ്കിലേ യാഥാർത്ഥ്യം മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ പുരുഷ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത സഹിച്ചത് ഇയ്യോബാണ്. എന്നാൽ സ്ത്രീ വിഭാഗത്തിൽ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത സഹിച്ചത് നവോമിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇയ്യോബിനേക്കാൾ കഷ്ടത സഹിച്ച വ്യക്തിയാണ് നവോമി എന്ന് പറയാം. കാരണം അവൾ അനുഭവിച്ച വേദനയുടെ ആഴം നമുക്ക് തിരിച്ചറിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഗൗരവം അറിയുകയുള്ളൂ. നിങ്ങളെന്നെ മാറാ എന്ന് വിളിപ്പീൻ, അത്യുന്നതൻ എങ്കിൽ അത്യന്തം കൈപ്പായത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ അവസ്ഥ നിങ്ങൾ ഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ശവമടക്ക് നടത്തുന്ന പ്രത്യേക സമയത്ത് ഞാൻ ഉള്ളം കൊണ്ട് തേങ്ങിപ്പോന്നിട്ടുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അതിൽ യൗവനക്കാരായ യുവാക്കന്മാരായ ആളുകളുടെ ശവമടക്ക് നടത്താൻ കുഴിക്കരയിൽ ഡെഡ് ബോഡി കൊണ്ടുവച്ചതിന് ശേഷം അവസാനമായി ചുമതലപ്പെട്ടവരോട് മുഖം മൂടാൻ ഞാൻ പറയുമ്പോൾ മുഖം മൂടിയിട്ട് അവസാനം വിശുദ്ധ തൃത്വം ഉദ്ധരിച്ച് മണ്ണിടുന്ന വേളയിൽ ചില പ്രത്യേക രംഗങ്ങൾ ഞാൻ നടത്തിയ പല ശവമടക്കിലും നേരിട്ട് കണ്ടിട്ട് അറിയാതെ മണ്ണിടുന്ന വാക്ക് പറയുമ്പോഴും ഉള്ളുകൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അതിൽ മരിച്ചു കിടക്കുന്നത് ഭർത്താവാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ മുൻപിൽ വിധവയായ സഹോദരി പെൺകുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുമ്പോൾ ഒരലറിക്കൊണ്ടൊരു ഭ്രാന്തിയെ പോലെ
കൊച്ചു കുഞ്ഞാണ്, ആൺപൈതലെങ്കിലും അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം ഒരുപോലെ ശവമടക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് ഈ പ്രതിഭാസം എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു എന്ന്. പിന്നാണ് അതിൻ്റെ മനഃശാസ്ത്ര വശം ഞാൻ ചിന്തിച്ചത്. ഒരു സ്ത്രീക്ക് വൈധവ്യം സഹിക്കാൻ കഴിയാത്തതാണ്, എന്നാൽ അതിനേക്കാൾ ഭയങ്കരമാണ് അനാഥത്വം. ഇത് രണ്ടും കൂടെ ഒരുപോലെ വന്നാൽ ഒരു സ്ത്രീയും പിടിച്ചു നിൽക്കയില്ല. നിങ്ങൾ നോക്ക്, ഭർത്താവിൻ്റെ ഡെഡ് ബോഡി ആ വീട്ടിൽ നിന്ന് പുറത്തു പോയി മംഗളവൻ. എന്നാൽ സ്തോത്രം, കില്യോൻ, എലിമലേക്ക് 3 ഡെഡ് ബോഡികളിൽ ആദ്യം ഭർത്താവിൻ്റെ ഡെഡ് ബോഡി പുറത്തു പോയി. അവൾ വിധവയായി. വിധവയാണെങ്കിൽ അവൾ അനാഥയല്ല, അവിടെ കാര്യം നോക്കാൻ 2 മക്കളുണ്ട്. എന്നാൽ അധികം താമസിക്കാതെ 2 മക്കളുടെ ഡെഡ് ബോഡി കൂടെ പുറത്തു പോയി. നാട്ടുകാരെന്ത് പറയും? 3 ശവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് എന്ത് പറയും? എൻ്റെ മുൻപിരിക്കുന്ന ദൈവമക്കൾക്കറിയാം, മുടിഞ്ഞു, ഇനിയും തലപൊക്കില്ല അവര് എന്നേ നാട്ടുകാർ പറയൂ. ആ സമയം വൈധവ്യവും അനാഥത്വവും ഒരുപോലെ ബാധിച്ച ഒരു സ്ത്രീ. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ശവമടക്കിൽ കാണുന്ന മനഃശാസ്ത്രവശം എന്ന് പറയാം. മോനെ, എൻ്റെ ഭർത്താവ് പോയി കുഞ്ഞെ, എന്നെ നോക്കാൻ ഇനി എനിക്കൊരു ഭർത്താവില്ല. പക്ഷേ ഞാൻ അനാഥയല്ല, ഞാൻ വിധവയാ, ഞാൻ അനാഥയല്ല. എന്നെ നോക്കാൻ ഒരാൺതരി നീയുണ്ട്. ഇതാണ് ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് പ്രായമുള്ള അമ്മമാർ കരയുന്നതിൻ്റെ മനഃശാസ്ത്രവശം. നിങ്ങൾ നോക്ക്, നവോമിയുടെ വീട്ടിലേക്ക് വൈധവ്യവും അനാഥത്വവും ഒരുപോലെ ആ വീടിന് മേൽ ആധിപത്യം പുലർത്തുമ്പോൾ നിങ്ങളെന്നെ മാറാ എന്ന് വിളിപ്പീൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ സഹോദരി. എന്നാൽ തറപറ്റി എന്ന ആളുകൾ വിധി എഴുതിയ ഇടത്ത് നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, നവോമിയുടെ കുടുംബത്തിൽ നിന്ന് രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന് അവളെ ബോവസിന്റെ ഭാര്യയാക്കി, അവളിലൂടെ ദാവീദിന്റെ വല്യപ്പച്ചന് രംഗം കൊടുത്ത് അവളിലൂടെ യേശുക്രിസ്തുവിനെ ചരിത്രത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ആ കുടുംബത്തിന്റെ ജീനിയോളജി മാറ്റിയവനാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ. ഈ രാത്രി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവപൈതലേ, ആരൊക്കെ നിനക്കെതിരെ വിധി എഴുതി തള്ളിയാലും നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായിട്ട് ഉയർന്നാൽ, ഒടുവിലത്തെ അധ്യായത്തിൽ നിന്റെ കഷ്ടതയെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കരം ഇന്ന് രാത്രി ഇതിൻ്റെ പുറകിൽ അനുഭവിച്ചറിയുന്നെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, എൻ്റെ പുറകിൽ ചലിക്കുന്ന പിശാചിൻ്റെ കരമല്ല, എൻ്റെ പുറകിൽ ചലിക്കുന്ന മഹാദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടി സന്തോഷിക്കുമ്പോൾ എസ്തേർ മാത്രം ബാല്യത്തിൽ അനാഥയായില്ലേ? ബാല്യത്തിൽ അനാഥയായ എസ്തേർ അവൾ അനുഭവിക്കുന്ന അനാഥത്വത്തിന് മുൻപിൽ എന്തായിരിക്കും അവളുടെ മാനസികാവസ്ഥ? ഹൃദയം തകർന്നു കാണില്ലേ? എസ്തേറേ, നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിൽ ചെല്ലൂ. അവൻ്റെ പരിചരണയിൽ ചെന്നെങ്കിലേ അഹശ്വേരോശിൻ്റെ ഭാര്യയാകൂ. അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാൻ്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. നീ അറിയാത്ത ഒരു കരം നിന്റെ ജീവൻ്റെ പുറകിൽ ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഈ ദൂതി പുൾപിറ്റിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ, പ്രാർത്ഥിച്ച് നേടിയത് പോലും ചിലപ്പോൾ കയ്പായി മാറിയത് കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ച് ഭാരപ്പെടുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? നീ അറിയാത്ത ഒരു കരം നിന്റെ ജീവൻ്റെ പുറകിൽ ചലിക്കുന്ന കാഴ്ച കണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നീ അല്പമിനിറ്റുകൾ ആരാധിച്ച് മാത്രമേ യോഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാവൂ. സ്തോത്രം. ഈ രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന് നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ നിന്റെ അധരം ചലിക്കുന്ന രാത്രിയായിരിക്കണം. സ്തോത്രം. ഒരു മാറായിക്ക് ശേഷം ഒരു എലിയും കാത്തു നിൽക്കുന്നത് പോലെ, ഒരു മരുഭൂമിക്ക് ശേഷം വാഗ്ദത്ത ദേശം ഉയർന്നു നിൽക്കുന്നത് പോലെ, ഒരു കയറ്റത്തിന് ശേഷം ഒരു ഇറക്കം പ്രത്യക്ഷമാകുന്നത് പോലെ, ഒരു ക്രൂശിന് ശേഷം ഒരു കിരീടം കാത്തു നിൽക്കുന്നത് പോലെ, ഒരു പ്രസവവേദനയ്ക്ക് ശേഷം ഒരു ജന്മം വെളിപ്പെട്ടു വരുന്നത് പോലെ, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുന്നെന്നും, ഇത് തൽക്കാലം വേദനയാണെങ്കിലും ഇന്ന് രാത്രിയിൽ ആരാധിക്കാൻ കഴിയത്തക്ക വിധം എൻ്റെ മേൽ കരുത്തുറ്റ കരം ചലിക്കുന്നുണ്ട്
ചെയ്യേണ്ടതെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ വിളിച്ചു പറ, ദേശത്തെ അടക്കി ഭരിക്കുന്ന പൈശാചിക വ്യാപാരം ഒരുപോലെ പണമുയർത്തി വാദിച്ചാലും എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി നിവർത്തിക്കുവോളം ഒരു കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ വേണം ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഒരു പശ്ചാത്തലം കൂടെ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കർത്തൃദാസൻ, സ്തോത്രം, പ്രത്യേകമായി ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പ്രവർത്തനത്തിൻ്റെ പരിചിത അന്തരീക്ഷമുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതനായിരിക്കുന്നു. പെട്ടെന്ന് ഇടിമുഴക്കം പോലെ അന്ധകരണത്തിൽ മുഴങ്ങുന്ന ദൈവശബ്ദം, ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. സ്തോത്രം. ബിഥുന്യയ്ക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. പറഞ്ഞു, ബിഥുന്യയ്ക്ക് പോകുവാൻ ഞാൻ സമ്മതിക്കില്ല. ആസ്യയിൽ പ്രസംഗിക്കരുന്ന അന്ധകരണത്തിലെ ദൈവശബ്ദം മുഴക്കി. ബിഥുന്യയിൽ സമ്മതിച്ചുമില്ല. എന്നാൽ ആ രാത്രിയിലെ പ്രാർത്ഥനയിൽ പൗലോസിന്റെ കൺമുൻപിൽ ഒരു പ്രത്യേക ദർശനമുണ്ടായി. യൂറോപ്പിന്റെ ഭൂഖണ്ഡത്തിൽ ഫിലിപ്പിയൻ കോളനിയിൽ ആദ്യമായി സുവിശേഷത്തിന്റെ ശബ്ദം ഒരു ഭക്തന്റെ പാദം പതിയേണ്ടതിന് കാര്യപരിപാടികൾ ഒരുക്കുകയാണ്. പ്രാർത്ഥിച്ച് നേടിയ നിയോഗമാണ് യൂറോപ്പിന്റെ മണ്ണിലേക്ക് ഈ കർത്തൃദാസൻ സുവിശേഷവുമായി പോകുന്നത്. പൗലോസും ശീലാസും ഫിലിപ്പിയൻ പട്ടണമായ ഫിലിപ്പയിലെത്തി യൂറോപ്പിന്റെ മണ്ണിൽ സുവിശേഷവുമായി കടന്നു ചെല്ലുകയാണ്. പ്രാർത്ഥനാ സ്ഥലം അവിടെ അന്വേഷിക്കുകയാണ്. അപ്പോൾ പുഴവക്കത്ത് ഒരു പറ്റം സഹോദരിമാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല, ഇവിടെ വന്നിരിക്കുന്നത് പ്രാർത്ഥനയാണ്, നിയോഗം ഏറ്റെടുത്തിട്ടാണ്. കാരണം ആസിയിൽ പ്രസംഗിക്കരുന്ന് വിലക്കിയിട്ട് ദൈവത്തിന് സ്തോത്രം ബിഥുന്യയിൽ കടന്നു പോകാൻ സമ്മതിക്കാതിരുന്നിട്ട് ഇവിടേക്ക് നിയോഗത്തോടെയാണ് കടത്തിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പട്ടണത്തെ അടക്കി ഭരിക്കുന്ന പർസീസ് പർവ്വതത്തിലെ അതിഭീമാകാരമായ ഒരു സർപ്പപ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ സർപ്പപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭാവി ഫലം അറിയത്തക്ക വിധത്തിൽ വ്യക്തികളെ നോക്കി വെളിപ്പാട് പറയുന്ന ഒരു പെൺകുട്ടി ആ പ്രതിഷ്ഠയുടെ പ്രത്യേക ശുശ്രൂഷക്കാരിയായിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ നാടിനെ കീഴ്മേൽ മറിക്കാൻ ഒരു 2 പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നുകിൽ ഞങ്ങൾ അവരെ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, അത്യുന്നതന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് നക്കിക്കൊല്ലാൻ അടുക്കുകയാണ്. അടുത്ത ദിവസം പട്ടണത്തെ ഇളക്കി പുറമെല്ലാം അടിച്ചു കീറി ആമത്തിലിട്ടത് കുത്തിക്കൊല്ലാൻ അടുക്കുകയാണ്. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ദൈവവൈതലേ, നിന്നെക്കുറിച്ച് ചില ദൈവപ്രവർത്തികൾ നടക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പല തന്ത്രങ്ങളിലൂടെ നിന്നെ തകർക്കാൻ ഇവിടെ പദ്ധതികൾ ഒരുക്കുമെങ്കിലും തകരില്ല. അതിനകത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയുണ്ട്. ഇതുവരെ സംഭവിക്കാത്തത് അവിടെ സംഭവിക്കും. ഇന്ന് രാത്രി ഓർക്കണമേ, കർത്താവിന് സ്തോത്രം. അവളെ തിരിഞ്ഞു നോക്കി ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവളിലുള്ള ദുർഭൂതം വിട്ടകന്നു. അപ്പോഴേക്കും നാടിളകിക്കഴിഞ്ഞു. ഈ കർത്തൃദാസന്മാരെ അടിച്ച് അവരെ ദൈവത്തിന് സ്തോത്രം കാലുകൾ ആമത്തിലിട്ട് ആ രാത്രിയിൽ ബന്ധനസ്ഥനാക്കി റോമൻ കാരാഗ്രഹത്തിനകത്ത് റോമൻ ചങ്ങലയാൽ ബന്ധിച്ച് റോമൻ ആമത്തിൽ കാലുകൾ ഞെരുങ്ങുകയാണ്. ആ രാത്രിയിൽ ആരാധന തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇവിടെ ആരാധന എങ്ങനെ വരും? പൗലോസും ശീലാസും തമ്മിലുള്ള ആശയവിനിമയം ഒന്ന് മാറി നിന്ന് നിങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റുമോ? ഞാൻ ഒപ്പിയെടുത്ത് പറയാം. വിശ്വാസ വിഷയങ്ങളിൽ ബലഹീനനായിരുന്നു ശീലാസെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, പൗലോസേ, ഇതാണോ വെളിപ്പാട് കണ്ടെന്ന് പറഞ്ഞത്? ഇതാണോ നിയോഗം കിട്ടിയത്? ആസ്യയിൽ വേണ്ട, ബിഥുന്യയിൽ പോകരുത്, ഇതാണോ പ്രവചനം? ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസ, ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതലേ, പ്രാർത്ഥിച്ച് നേടിയിട്ടും ഇങ്ങനെ വന്നല്ലോ എന്നോർത്ത് ഉയരുന്ന നെടുവീർപ്പുകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ആദ്യം തോറ്റെന്ന് തോന്നും, ഒടുവിലത് വിജയത്തിലേ തീരൂ. സാത്താൻ്റെ പദ്ധതി ആദ്യം ജയിച്ചെന്ന് തോന്നും, ഒടുവിലത് പരാജയത്തിലേ തീരൂ. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ കഷ്ടത കൊണ്ട് കാര്യം തീരില്ല. സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാവുകൾ ഇന്ന് രാത്രി ചലിക്കും. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ ദൈവത്തിന് ആലോചനയാണ് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എൻ്റെ അന്ധകരണത്തിൽ തരുന്ന നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ ചൂണ്ടി തോളിൽ കൈവച്ചെന്നതുപോലെ ദൈവത്തിന് ആത്മാവ് ആലോചന പറയുകയാണ്. നീ പ്രാർത്ഥിച്ച് ഏറ്റെടുത്തിട്ടും
ഇത് നിനക്ക് കഷ്ടതയായി മാറിയത് ദൈവം നിന്നെ കൈവിട്ടെന്നുള്ളതിൻ്റെ തെളിവല്ല സഹോദര. അധികം താമസിക്കാതെ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ കരം കൊണ്ട് ആ പട്ടണത്തിൽ നടക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു വസ്തുത വിളിച്ചു പറയട്ടെ. അടിയേറ്റ് പുറം തകർന്ന് കാലുകൾ റോമൻ ആമത്തിൽ കിടന്ന് ഞെരുങ്ങി ചോര വിയർക്കുന്ന സമയം അർദ്ധരാത്രിയിൽ പാടണമെങ്കിൽ ആ പാടാൻ പ്രേരിപ്പിച്ച ആത്മാവിൻ്റെ ഉറവിടം എവിടെയാ? സ്തോത്രം. ആനന്ദത്തിൻ്റെ ഉറവിടം മണ്ണായിരുന്നെങ്കിൽ അവർക്ക് പാടാൻ പറ്റില്ല. ഈ അർദ്ധരാത്രിയിൽ പാടാൻ പ്രേരിപ്പിച്ച ആനന്ദത്തിൻ്റെ ഉറവിടം മണ്ണല്ല, വിണ്ണ. ഈ രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യാൻ പാസ്റ്റർ പറയുമ്പോൾ മാത്രമല്ല നിനക്ക് കഴിയേണ്ടത്. എൻ്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ടെന്നും ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റുമെന്നും തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ ആനന്ദത്തിൻ്റെ ഉറവിടം പരിസരമല്ല, നിന്റെ ആനന്ദത്തിൻ്റെ ഉറവിടം ഉയരമായിരിക്കണം. അർദ്ധരാത്രിയിൽ ആരാധന തുടങ്ങി എൻ്റെ ദൈവം കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുക്കി. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണെന്ന് ഉയർത്തി നോക്കിക്കേ. അടിമകളെ എന്ന് പറഞ്ഞ് ചവിട്ടി അകത്തേക്ക് കയറ്റുന്ന സമയം പീഡിപ്പിച്ചവർ അധികം താമസിക്കാതെ യജമാനന്മാരെ എന്ന് പറയത്തക്ക വിധം ആ പട്ടണം അറിയുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നതിൻ്റെ പുറകിൽ ചലിച്ച ആ കരം ഇന്ന് രാത്രി നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയുടെ പുറകിൽ നിനക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്ന കാഴ്ച കാണുന്ന ദൈവമക്കൾ വാ തുറന്ന് വിളിച്ചു പറ, എനിക്ക് ഇന്ന് കഷ്ടതയാണെങ്കിലും എൻ്റെ ദൈവം ഈ ശോധനയുടെ പുറകിൽ നന്മ കരുതി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. ഒരു വാ പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കാതെ, ഒരധരം പോലും ഇന്ന് രാത്രി പൂട്ടിയിരിക്കാതെ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിവില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ പുൾപിറ്റിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിധി എന്താണെന്ന് നാളെ ഞാൻ പറയാം. എല്ലാ ദൈവമക്കളും വേദപുസ്തകം നടച്ചാട്ടെ. എല്ലാ ദൈവമക്കളും വേദപുസ്തകം നടച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കണ്ട. ഈ ക്ലാസിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ശക്തമായ ദൈവ സാന്നിധ്യം ഈ ഹാളിൻ്റെ മീതെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. എൻ്റെ മുൻപിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളിൽ പ്രിയപ്പെട്ടവരിൽ ചിലർ തോളിൽ തട്ടി ദൈവാത്മാവ് ഇടപെടുന്നു. വ്യക്തി ജീവിതത്തിൽ ഉയർന്നു വരുന്ന ചില നെടുവീർപ്പുകളെ കണ്ടിട്ട് അതിൻ്റെ അർത്ഥം ഏതാണെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ധൈര്യത്തോടെ കൃപാസനത്തിങ്കലേക്ക് അടുത്ത് ചെല്ലാൻ നിന്റെ മേലൊരു ആത്മനിയോഗം പരിശുദ്ധാത്മാവ് പകരുകയാണ്. ഇന്ന് രാത്രി കാര്യങ്ങളെ കാണുന്നത് പോലെ കാണാതെ കാണേണ്ടതുപോലെ കാണാൻ ചില വ്യക്തികളുടെ കണ്ണുകളെ പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവാത്മാവ് തുറക്കുകയാണ്. ഒരു അഭിഷേകത്തിൻ്റെ തൈല നദി ഇന്ന് രാത്രി ഇതിനകത്തേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ആത്മവ്യാപാരത്തിൻ്റെ ഒരു പ്രത്യേക പകർച്ചയ്ക്കായി ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ഒരുക്കാൻ തുടങ്ങുന്ന രാത്രിയാണ്. നീ കളിക്കളത്തിലല്ല സഹോദര, നീ പോർക്കളത്തിലാണ്. നീ കളിക്കളത്തിലല്ല, നീ കളിക്കളത്തിലല്ല, നീ കുലക്കളത്തിലാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാതിരിക്കത്തക്ക വിധം നിന്റെ ദൈവപ്രവർത്തിയെ തടയുന്നതിലെ ഇരുട്ടിൻ്റെ കരങ്ങൾ ഇതിനെതിരെ നിന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ രാത്രി എതിരാളിയെ തറപറ്റിക്കുന്നത് വരെ ഏർപ്പെട്ടിരിക്കുന്നൊരു മല്ലയുദ്ധം പോലെ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തറപറ്റിക്കുന്നത് വരെ ഒരു മൽപ്പിടുത്തത്തിൽ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നു. ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവാത്മാവിൻ്റെ വ്യാപാരത്താൽ ഒരു വിശേഷ അഭിഷേകത്തിൻ്റെ ഒരു അഗ്നി വ്യാപാരം നിന്റെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ഈ ക്ലാസ്സിലെ രണ്ടാം രാത്രിയിൽ ദൈവാത്മ പകരുകയാണ്. ഓ ചിരാദൽ ഘടക രൗദര ദിഗജകൾ ഘടകരം ധരാധികന യാരഗാനക. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുകളുടെ കാഴ്ചപ്പാടുകളെ ദൈവാത്മ ഉടച്ചു വാർക്കാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ചെവിയുടെ ദൈവശബ്ദത്തിൻ്റെ കേൾവി തലത്തെ ദൈവാത്മ മാറ്റിക്കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിവിടെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിവിടെ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന നീ വിളിച്ചു പറയണം, എൻ്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ഉയർന്നു നിൽക്കുന്നു. അതെനിക്ക് തിന്മയ്ക്കല്ല, അതെനിക്ക് നന്മയ്ക്കാണ്. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ്, പത്മോസിൽ ഇറങ്ങിയ ദൈവപുത്രൻ്റെ കരം, ദമസ്കോസിൻ്റെ പടിവാതുക്കൽ ചലിച്ചിറങ്ങിയവൻ്റെ കരം ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ ശരീരത്തിൻ്റെ ഓരോ സന്ധി കോശങ്ങളും അറിയത്തക്ക വിധം ഇവിടെ ഇന്ന് രാത്രി ആത്മാവിൽ ഉയർന്ന് ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് സ്തോത്രം ചെയ്യുന്ന നിന്റെ കണ്ണുകളിൽ ദർശനത്തിൻ്റെ വ്യാപ്തി പകരുകയാണ്. പരിശുദ്ധാത്മാ
ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ ദർശനത്തിന്റെ വ്യാപ്തി പകരുകയാണ്. മുൾപ്പടർപ്പ് എരിയാതെ, അത് കത്തി അമരാതെ, അത് കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ ഇതാ ഒരു നൈൽ ദേവിയുടെ ബന്ധനത്തിനും ഒരു ഈജിപ്ഷ്യൻ കുലദൈവത്തിന്റെ ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ദൈവാത്മാവിന്റെ തീയുടെ വ്യാപാരം ഒരു മുൾപ്പടർപ്പിന് മുകളിൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ഒരു ആത്മവ്യാപാരത്തിന്റെ പകർച്ച ദൈവാത്മാവ് പകരുകയാണ്. ഈ രാത്രി അസാധാരണമായ ആത്മവ്യാപാരത്തിന്റെ മുൻപിൽ ഒരു തീജ്വലിക്കുന്ന അഭിഷേകം നിന്റെ ശിരസിന്മേൽ പകർന്ന് ഈ പോരാട്ടത്തിന് മുൻപിൽ പുതുബലത്തോടെ നിർത്താൻ എൻ്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയെ നോക്കിപ്പറ, അതിന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിച്ചാട്ടെ. ചില നാവുകൾ നിന്ന് ഉയരുന്ന പ്രാർത്ഥന പ്രവചന പ്രാർത്ഥനയായി മാറുന്ന തലത്തിലേക്ക് ഈ യോഗത്തെ ദൈവാത്മാവ് നയിക്കുകയാണ്. ചില നാവുകൾ നിന്ന് ഉയരുന്ന പ്രാർത്ഥന പ്രവചന പ്രാർത്ഥനയായി മാറുന്ന തലത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി നയിക്കുകയാണ്. ഒരു അസാധാരണ ആത്മവ്യാപാരം ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന് ആത്മാവ് ഇന്ന് രാത്രി പകരുന്നു. ചിലതിനെ ബന്ധിക്കാൻ, ചിലതിനെ ശാസിക്കാൻ, ചിലതിനെ അവകാശത്തോടെ അധികാരം നടത്താൻ, നിന്റെ വാഗ്ദത്തത്തെ നിന്റെ കൈകളിൽ എത്തിക്കാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോരാടുന്ന ചിലതിനെതിരെ ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മീക അധികാരം ഉപയോഗിക്കാൻ ദൈവാത്മാവ് രാത്രി നിന്നെ ക്ഷണിക്കുകയാണ്. ഗ്ലോറി, 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 ഗ്ലോറി. രക്തത്താൽ ജയം. എൻ്റെ ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേവലം ഒരു നിർജീവമായ ക്ലാസ് ആയിട്ടല്ല, ഇതിനകത്തൊരു ആത്മാവിൻ്റെ അധികാരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യോഗത്തിനകത്ത് പങ്കെടുക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ നാവുകളിൽ പ്രാർത്ഥനയുടെ അധികാരം ദൈവാത്മാവ് തന്നിട്ട് ഇന്ന് രാത്രി മുതൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ അധികാരം ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നിന്റെ നാവുകളെ ഉപയോഗിക്കുന്ന രാത്രിയാണ്. വടിയുടെ പുറകിൽ അധികാരം വ്യാപരിച്ചപ്പോൾ ചെങ്കടലിന്മേൽ അത് പ്രായോഗികമായെങ്കിൽ, വടിയുടെ പുറകിൽ അധികാരം വ്യാപരിച്ചപ്പോൾ നൈൽ നദിയുടെ മേൽ അത് പ്രായോഗികമായിരുന്നെങ്കിൽ, വടിയുടെ മേൽ മാത്രമല്ല കൽപ്പനയുടെ മേൽ അധികാരം വ്യാപരിച്ചപ്പോൾ ഏലിശയുടെ നാവിൽ നിന്ന് പുറത്തു വന്ന വാക്കുകൾ അരാം രാജ്യത്തിന്റെ സേനാധിപന്റെ മേൽ അധികാരമായി ചലിച്ചിറങ്ങിയെങ്കിൽ, യേശുവിന്റെ മേൽ അധികാരം വ്യാപരിച്ചപ്പോൾ കടലിന് നേരെ അധികാരമായി ഉപയോഗിച്ചു വരുന്നെങ്കിൽ, ബധിരന്റെ വിരലുകൾ ചെവിക്കകത്തേക്ക് വിരലുകൾ ഇട്ടുകൊണ്ട് യഫദ എന്ന് പറഞ്ഞത് അധികാരമായി ചലിച്ചുയർന്നെങ്കിൽ, സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന മുടന്തന്റെ മേൽ അധികാരം ഉപയോഗിച്ചപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ വ്യാപരിച്ച ബലഹീനത അഴിഞ്ഞു മാറിയെങ്കിൽ, ഇന്ന് രാത്രി ഇരിക്കുന്ന നിന്റെ നാവിൽ ഒരു അധികാരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചില വിഷയങ്ങളെ നോക്കി ഇന്ന് രാത്രി ആത്മാവിൽ കൽപ്പിക്കുവാൻ നിന്റെ നാവുകളെ ദൈവാത്മ ഉപയോഗിക്കുന്ന രാത്രിയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അംദൽ ഘടകനാധികജകൾ ഘടകരൗദരാധികജകൾ ഘടകനാധികനയാരകൾ ഘടകരാധികനയാരകൾ ഘടകരാധികനയാരകാനക അബ്ദരേ ദിഗച്ഛാദികൾ ഘടകരൗദരാധികൾ ഘടകരംദരാധികനയാരകൾ ഘടകരാധികനയാരകാനക. ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്തൊരു ദിവ്യാഭിഷേകം നിങ്ങളുടെ ശിരസിന്മേൽ ഇന്ന് രാത്രി ദൈവാത്മ പകരുന്നു. ഒരു തീയുടെ വ്യാപാരം പോലെ, മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ചില ശരീരങ്ങളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിച്ചിറങ്ങുന്ന രാത്രി, ഇരുട്ടിന്റെ കോട്ടകൾ ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിനെതിരെയുള്ള ബന്ധനങ്ങളെ വലിച്ചെറിയേണ്ടതിന് വിശേഷ അഭിഷേകം ചില വ്യക്തികളുടെ മേൽ ദൈവാത്മ പകരുകയാണ്. കർത്താവേ, കഷ്ടതയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന കരം കാണാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റാട്ടെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. രണ്ട് കരങ്ങളും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പ്രാർത്ഥിച്ച് നേടിയതല്ലേ, നിയോഗം ചോദിച്ചിട്ടല്ലേ പോയത്? വീണ്ടും അത് കയ്പായി മാറുകയോ? പ്രാർത്ഥിച്ചിട്ടല്ലേ ഈ യാത്ര ക്രമീകരിച്ചത്? അതും എൻ്റെ മുൻപിൽ കയ്പായി മാറിയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത് എന്തുകൊണ്ട് ഭവിച്ചു എന്ന് ഉള്ളറകളോട് ഏകമായി ചോദിക്കുന്ന നെടുവീർപ്പുകളുടെ ചോദ്യത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവിന്ന് രാത്രിയിൽ മുഴക്കുന്ന ശബ്ദം ഇതാണ്. അതിന് നടുവിൽ ആരാധിച്ചു തുടങ്ങ്. ആ ശോധനയ്ക്ക് നടുവിൽ ആരാധിച്ചു തുടങ്ങ്. വിഷയത്തെ ദൈവം കൈയേൽക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഈ ദൂത് ഏറ്റെടുത്തു കൊള്ളുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എൻ്റെ ഈ കഷ്ടതയുടെ
വേദനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഒടുവിലത്തെ അധ്യായത്തിൽ അത് നന്മയായിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദമുയർത്തിയ കരം കർത്താവിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് വാ തുറന്ന് കർത്താവിനോട് ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുമോ? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, hallelujah, 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 hallelujah. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാ. പാരിൽ കരമുയർത്തി പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ ശബ്ദമുയർത്തി ഓ ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാൽ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാൽ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ദുഷ്ടരെന്നെ പകച്ചാലും കഷ്ടം എന്തു വന്നാലും നഷ്ടം എത്ര നേരിട്ടാലും ഇഷ്ടമായി ഞാൻ പിൻചെല്ലും. ഒരിക്കൽ കൂടെ ദുഷ്ടരെന്നെ പകച്ചാലും കഷ്ടമെന്തു വന്നാലും നഷ്ടം എത്ര നേരിട്ടാലും ഇഷ്ടമായി ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ. ആ കരങ്ങൾ രണ്ടും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാരും കൈവിട്ടാലും കൃപയാൽ എല്ലാരും കൈവിട്ടാലും കൃപയാൽ. ആഴമായൊരു സമർപ്പണത്തിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മ വിളിക്കുകയാണ്. ജീവിതത്തിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുടെ മുൻപിൽ നെടുവീർപ്പുകളുമായി വന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ രണ്ടാം രാത്രി കർത്താവ് ഇടപെടുന്നു. ഇരുട്ടിന് കട്ട കൂടുമ്പോൾ നക്ഷത്രത്തിൻ്റെ ശോഭ തെളിയും കേട്ടോ. കഷ്ടതയുടെ ആഴം കൂടുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ നക്ഷത്ര ശോഭ തെളിയും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുന്നു. ഇതുവരെ വ്യാപരിച്ചിട്ടില്ലാത്ത ദൈവകൃപയുടെ വിശേഷ അഭിഷേകത്താൽ വെളിപ്പാടിൻ്റെ അടുത്ത തലത്തിലേക്ക് കയറേണ്ടതിന് കാരാഗ്രഹത്തിൽ വ്യാഖ്യാന വരത്തിലേക്ക് ജോസേഫിനെ നയിച്ച ദൈവകരം നിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെങ്കിൽ കഷ്ടതയിൽ പിറുപിറുക്കാൻ അവസരമെടുക്കാതെ വെളിപ്പാട് കാണാൻ സമയമെടുക്കൂ. എൻ്റെ ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിൽ ഉയർന്നിൽക്കുന്നുണ്ട്. ഘടകനകൾ ഘടകര ഉദരാധികനയാരകൾ ഘടകരബ്ദരാധികനയാരകൾ ഘടകരാധികനയാരകൾ. ഇന്ന് രാത്രി ചില വ്യക്തികളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി എനിക്കറിയണം കർത്താവേ, എൻ്റെ കൊതി വേണ്ട, നിൻ്റെ ഹിതം മതി എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, രാത്രിയ ദൂത് എനിക്ക് വേണം, അതെന്നോടുള്ള ദൈവശബ്ദമാണ്, എന്നെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തോടൊരു നടപടി തീരുമാനമെടുക്കാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ക്ഷണിക്കുക.
ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിന് മുൻപിൽ റെഡ് സിഗ്നൽ തെളിഞ്ഞാൽ ഒരു വിധത്തിലും മുൻപോട്ട് ഓടിക്കാറില്ലല്ലോ. സ്റ്റോപ്പ്! ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം കൺമുൻപിൽ തെളിഞ്ഞാൽ ജീവിത വാഹനത്തിന് ബ്രേക്ക് ചെയ്യൂ, സിഗ്നലിനായി കാത്തു നിൽക്കൂ. കർത്താവിനോട് പറ, കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് ഉയരത്തിൻ്റെ സിഗ്നൽ വേണം എൻ്റെ ജീവിത വാഹനം മുൻപോട്ട് കൊണ്ടുപോകാൻ. അഭിഷേകം പ്രാപിച്ച നീ ഇന്ന് രാത്രി ചോദിക്ക്. ഇടപെടുന്നൊരു ദൈവശബ്ദം ഇന്ന് രാത്രി നിനക്കായി മുഴങ്ങുകയാണ്. പരിശുദ്ധ കർത്താവേ, ഈ ഉയർന്ന കരങ്ങളെ തേജസ്സിൻ്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ കൈമാറുന്നു. നിത്യത വരെ ഈ കരങ്ങളെ പിടിച്ചിരിക്കുന്ന അങ്ങയുടെ ബലിഷ്ഠ കരങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് ഫലമേൽപ്പിക്കുന്നു. തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ചുവടുകൾ വയ്ക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ ഈ കരങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിൽ ഈ കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൈയേറ്റതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. എന്നാൽ ഇരുന്നാട്ടെ.